സാസീതൂണധനുർബാണ പാണിം നക്തഞ്ചരാന്തകം സ്വലീലയാ ജഗത്രാതും ആവിർഭൂതമജം വിഭും. ഇനി വരുന്ന ഒരു മാസം ശ്രീരാമഭക്തിയാണ് ഹിന്ദു ഭവനങ്ങളിലെല്ലാം അല്ലേ. ഇന്ന് കർക്കിടക സംക്രമമാണ്. അപ്പോൾ എല്ലാവർക്കും ശ്രീരാമൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ശ്രീരാമനെ സ്തുതിച്ച് 2 വരിയാണ് ഞാൻ നേരത്തെ ചൊല്ലിയത്. അപ്പോൾ എല്ലാവരും രാമായണം വായിക്കാൻ ശ്രമിക്കുക. മനസ്സിലെ ആ നെഗറ്റീവ് എനർജി കളയാൻ ശ്രമിക്കുക. ശ്രീ ഭഗവതി അല്ലെങ്കിൽ ശിവോതി വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ പങ്കാളുടെ കറൻറ്റ് ഫീലിങ്സ് നോക്കാം. എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചാണ് ഞാനിത് തുടങ്ങിയിരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടി തന്നെ ഇത് കേൾക്കുക. താഴെ നിങ്ങളുടെ പേരോ നക്ഷത്രമോ അല്ലെങ്കിൽ പങ്കാളിയുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ ഇത്രയും കാര്യങ്ങൾ മാത്രം കമൻ്റ് ഇടുക. ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഇനി ഇന്നത്തെ ഒറാക്കിൾ ദൈവവാക്ക് എന്താണെന്ന് നോക്കാം. മൂണാണ് ആദ്യം വന്നിരിക്കുന്നത്. 8 പെൻഡക്കൾ, നൈറ്റ് കപ്പ്, ടെൻ വാണ്ട്, 2 കപ്പ്, 10 പെൻഡക്കൾ, 3 സോഡ്സ്, ഡെത്ത്, ഭൂമി, 2 കപ്പ്, 8 സോഡ്സ്. 2 കപ്പ് 2 തവണ വന്നു കേട്ടോ. പേജ് കപ്പ് ഇതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അത്തം രോഹിണി തിരുവോണം, ചതയം പുരുരുട്ടാതി ഉത്രട്ടാതി, കാർത്തിക ഉത്രം ഉത്രാടം ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ അത്തം രോഹിണി തിരുവോണമാണ് കുറച്ച് മോശമായിട്ട് കാണുന്നത് കേട്ടോ. ഇന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കുക. നമ്പറുകൾ 10 വന്നിട്ടുണ്ട്, 2 തവണ വന്നിട്ടുണ്ട്, 8 2 തവണ വന്നിട്ടുണ്ട്, 13 വന്നിട്ടുണ്ട്, 21 വന്നിട്ടുണ്ട്, 18 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്. അപ്പം 10 3 തവണയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ 1ഉം 10ഒക്കെ ഒന്നത് മാത്രം നമുക്ക് എടുക്കുമ്പോൾ 4 1 വന്നു അല്ലേ. അപ്പം അതൊരു ഏഞ്ചൽ നമ്പറാണ്. 2ഉം 3 തവണ വന്നു. ഇനി പറയാത്തൊരു നമ്പർ കൂടി പറയാം, 13ആണത്, വിട്ടുപോയി അല്ലേ. ഇവിടെ രാമൻ്റെ മാസമായ മേഷമാസം വന്നിട്ടുണ്ട്, ഋഷഭം വന്നിട്ടുണ്ട്, കർക്കിടക വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യം മൂൺ കാർഡാണല്ലേ. അപ്പോൾ ഇവിടെ 2 റിപ്പീറ്റായി വന്നിട്ടുണ്ട്. 3 കാർഡിലാണ് വന്നിരിക്കുന്നത്. 3 എന്ന് പറഞ്ഞാൽ 2 എന്നാണ് പറയുക. ഇനി 2 കപ്പ് വന്നിട്ടുണ്ട് 2 തവണ അല്ലേ. ഇത് പറയുന്നത് 2 എന്ന് പറഞ്ഞാൽ സ്നേഹമൊക്കെ നല്ല സ്നേഹമാണ്, ഉജന്മ ബന്ധമാണ്, മീനം രാശിയാണ്, ഇനമത്സ്യങ്ങളാണ്. എന്നാൽ നിങ്ങൾക്ക് മാനസിക വ്യഥകൾ ഉണ്ടാക്കുന്ന ആരോ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. അസൂയ കലർന്ന് നിങ്ങളെ അകറ്റാൻ നോക്കുന്ന, ഒപ്പത്തിനൊപ്പം ശത്രുക്കളുള്ള ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. നിങ്ങളങ്ങ് പ്രണയത്തിൽ നന്നായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരല്ല, തടസ്സങ്ങളെ അതിജീവിച്ച് പോണ്ടവരാണ്. ഇവിടെ മൂൺ വന്നതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് നിങ്ങളുടെ പങ്കാളി. അമ്മയ്ക്ക്, അമ്മയുടെ വീട്ടുകാർക്ക് ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. നിങ്ങളെ വേണ്ടെന്ന് വയ്ക്കാൻ പറഞ്ഞാൽ അയാൾ മടി കൂടാതെ അത് വേണ്ടെന്ന് വയ്ക്കും. അതിനാണ് ഞാനിവിടെ രാമനെയും കൂടി കൊണ്ടുവന്നത് അല്ലേ. രാമനെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, സ്വന്തം താല്പര്യമല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് ശ്രീരാമൻ. ഇവിടെയും അമ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയായിരിക്കാം ഇത് എന്നറിയുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത പറയാനുള്ളത്, 2ൻ്റെ ഓരോ സംഭവങ്ങളായിട്ട് ഞാൻ പറഞ്ഞു തരാറുണ്ട്. ഇന്ന് എനിക്ക് പറയാനുള്ളത്, ഈ വ്യക്തി പ്രണയിക്കുന്നത് സ്വന്തം നാട്ടുകാരെ തന്നെ ആയിരിക്കുമെന്ന് അറിയുക. 2 വന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. തൻ്റെ കൺവെട്ടത്തുള്ള ഒരാളെ പ്രണയിക്കുന്ന ഒരാളാണ് മൂണിൽ വന്നിരിക്കുന്നത്. കണ്ണകലത്തുള്ള ആൾക്കാരല്ല, ഒന്നുകിൽ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളായിരിക്കുക, സ്വന്തം നാട്ടിലെ എന്നാണ് ഇവിടെ പറയുക. അപ്പം ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ
കണ്ണിൻ മുന്നിലുള്ള ഒരാളെ പ്രണയിക്കുന്നതായിട്ടും നമുക്ക് പറയാം. സ്വന്തം നാട് എന്നും മാത്രം നമുക്ക് പറയാതിരിക്കാം അല്ലേ. നമ്മൾക്ക് ചുറ്റുമുള്ള അറിയപ്പെടാത്ത ഒരാളെ അല്ല പ്രണയിക്കുന്നത്. നമ്മളെന്നും കാണുന്ന, ഒപ്പം വർക്ക് ചെയ്യുന്നതാവാം, ഒപ്പം പഠിക്കുന്നതാവാം, സ്വന്തം നാട്ടിലെ ചുറ്റുവട്ടത്തുള്ള ഒരാളെ ആയിരിക്കാം. അങ്ങനെ ഒരാളെ പ്രണയിക്കുന്ന ഒരാളെയാണ് 2 എന്ന് കൂടുതൽ വന്നാൽ നമുക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് പ്രണയിക്കുകയായിരിക്കുക, ഒരു സമുദായമൊക്കെ ആയിരിക്കാം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള ഒരാളെയാണ്. ഇനി അടുത്തത് ജോലി സ്ഥലത്തിന് കാണിക്കുന്ന കാർഡാണ് അല്ലേ. ജോലി 8 പെൻഡക്കൾ എന്ന് പറഞ്ഞാൽ ജോലിയുമായി അനുബന്ധമായൊരു കാർഡാണ്. അപ്പോൾ നിങ്ങൾ ജോലി സ്ഥലത്ത് നിന്ന് കണ്ടുമുട്ടി പ്രണയിക്കുന്നവരാവും. ഡീപ്പ് ലവാണ്. 3 വന്നിരിക്കുന്നത്. ലവിനൊന്നും കുഴപ്പമില്ല, പക്ഷെ ഒപ്പം തന്നെ വഞ്ചിക്കുന്ന ആരൊക്കെ നിങ്ങൾക്കിടയിലുണ്ട്. ജോലി സ്ഥലത്ത് നിന്നാണ് പ്രണയിക്കുന്നതെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്ന, നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്ന, കള്ളങ്ങൾ പറയുന്ന, മിഥ്യാധാരണകൾ ഉണ്ടാക്കുന്ന, നിങ്ങളെ വാച്ച് ചെയ്യുന്ന, എപ്പോഴും സ്പൈ ചെയ്യുന്ന ഒരാളുണ്ടാവുമെന്നാണ് ഇവിടെ പറയുന്നത്. 2ൻ്റെ നെഗറ്റീവ് പറയാനാണെങ്കിൽ 1 കൂടുതൽ പ്രണയങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നത്. 2 അപ്പോൾ 2 എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം. 2 പ്രണയമുണ്ടോ, 2 ജാതിയോ, 2 മതമാണോ, 2 തട്ടിലാണോ, 2 തരം ചിന്താഗതിയാണോ? അപ്പം ഇതിലേതാണ് 2 എന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ. എന്നാലും വിവാഹം കഴിക്കണം എന്നാഗ്രഹിക്കുന്ന സിംഗിൾസിനെയാണ് കൂടുതൽ ഇവിടെ കാണിക്കുന്നത്. അതാണ് 2 കപ്പ് വന്നിരിക്കുന്നത്. 2 കപ്പ് 2 തവണ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നവരുണ്ട്. എന്നാൽ 2 കപ്പ് തരുന്ന മറ്റ് നെഗറ്റീവ് മെസ്സേജുകൾ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മുതിർന്നവരായിരിക്കും, ഏജ് കൂടിയവരായിരിക്കും. ഇനി സ്റ്റാർട്ടിങ്ങിൽ എൻഡാവുന്നൊരു ബന്ധമായിരിക്കും. ചില കാര്യങ്ങളിൽ അകന്നു പോകാൻ സാധ്യതയുള്ളവർ ആയിരിക്കും. ആദ്യമൊക്കെ ഉറപ്പ് തരും, അത് കഴിഞ്ഞ് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാൻ വയ്യാതെ, എഫർട്ട് എടുക്കാൻ വയ്യാതെ മാറിപ്പോകുന്നവരെയും ഇവിടെ 2 കപ്പ് കാണിച്ചു തരും. ഇനി ചൈൽഡിഷ് ബിഹേവിയർ ആയിരിക്കും, കുട്ടികളെ പോലെ പെരുമാറുന്നവരും ആയിരിക്കാം. കള്ളത്തരം ഉള്ളവർക്ക് വേണ്ടിയും 2 കപ്പ് വരും. അപ്പോൾ ഇതിലേതാണ് നിങ്ങളുടെ ബന്ധം എന്ന് നിങ്ങൾക്കറിയാം അല്ലേ. എനിക്കിവിടെ തരംതിരിച്ച് പറയാനൊന്നും പറ്റില്ല. ഇവിടെ നൈറ്റ് കപ്പ് വന്നതുകൊണ്ട് തന്നെ 1 വേ ലവാണ് കാണിക്കുന്നത്. ഒരാൾക്ക് ഭയങ്കര പ്രണയമാണ്, മറ്റേ ആൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചാടിക്കളിക്കുന്ന ഒരു സ്വഭാവമാണ്. എന്നുവെച്ചാൽ 2 പ്രണയം ഉണ്ടാവും. അതിലും കുറച്ച് സംസാരിക്കും, കുറച്ച് മെസ്സേജ് അയക്കും, ഇതിലും വന്ന് കുറച്ച് മെസ്സേജ് അയക്കും. അങ്ങനെ ഡീപ്പ് ലവ് അല്ലാത്ത ആൾക്കാരെയും കാണിക്കുന്നുണ്ട്. മീനം രാശിയാണെങ്കിൽ ഡീപ്പ് ലവ് ആയിരിക്കും. പക്ഷെ എല്ലാതും പറയണമല്ലോ, ഇതുപോലുള്ള ആൾക്കാരും ഉണ്ട്, 1 വേ ലവായി നടക്കുന്നവരും ഉണ്ട്. അപ്പോൾ കുറേ പേരുടെ എനർജിയാണല്ലോ ഇവിടെ വരുന്നത് അല്ലേ. 2 തരം കുടുംബാന്തരീക്ഷമാണെന്ന് പറയുന്നുണ്ട്, 2 ജാതിയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഒരു ജാതി ഉള്ളവരും നാട്ടിൽ തന്നെ ഉള്ളവരും അടുത്തറിയുന്നവരും വിവാഹം കഴിക്കാൻ വേണ്ടി പ്രണയിക്കുന്നവരും അത് സത്യസന്ധമായി പ്രണയമുള്ളവരും ഇവിടെ കാണുന്നുണ്ട്. അതാണ് 10 പെൻഡക്കൾ പറയുന്നത്. വീട്ടുകാർക്കൊക്കെ അറിയാം, അവർ ഡീപ്പ് ലവാണ്, അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. 2 വീട്ടുകാരും ഒരു എതിർപ്പുമില്ല, അതിനനുകൂലമായി വന്നു. അങ്ങനെ അനുഗ്രഹമുള്ള ഒരു ജോഡികളെയും നമുക്കിവിടെ കാണാം. ഇനി ഭൂമിയാണ് വന്നിരിക്കുന്നത് അല്ലേ. ഭൂമി പറയുന്നു നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് എന്ന്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ മീനം രാശിക്കാരുടെ കാര്യമാണ്. ഒരാൾക്കൊരാളില്ലെങ്കിൽ മിസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ആലോചനകളിൽ അവരിങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല തിരക്കുകളുമുണ്ട്, ജോലി തിരക്കുണ്ട്, കുടുംബ പ്രശ്നങ്ങളുണ്ട്, അമ്മയ്ക്ക് രോഗം എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതുപോലുള്ള ആൾക്കാരും ഉണ്ട്. അതുപോലുള്ള തിരക്കിലും പങ്കാളിയെക്കുറിച്ച് ഓർക്കുന്നതാണ് ഭൂമി പറയുന്നത്. എല്ലാ തരത്തിലും ഇഷ്ടമാണ് എന്ന് ഞാൻ എന്നും പറയാറുണ്ട്. ഇവിടെ കാമദേവൻ വന്നിട്ടുണ്ട് കേട്ടോ. കാമദേവൻ ഒരു കാർഡിലല്ല വന്നിരിക്കുന്നത്, ഒരുപാട് കാർഡിൽ വന്നിട്ടുണ്ട്. അപ്പം കാമദേവൻ്റെ 5 തരം ഫീലിങ്സ് അല്ലെങ്കിൽ 5 സായകങ്ങൾ അല്ലേ നമുക്കെടുക്കാം. വിരഹമുണ്ട്, ഇവിടെ പ്രണയമുണ്ട്, ആത്മാക്കൾ തമ്മിലുള്ള ബന്ധമാണ്, ഒന്നിച്ചു പോകേണ്ടവരാണ്, അടുത്തറിയുന്നവരാണ്, ഇതൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പ്രണയത്തിൽ വഞ്ചന കാണിക്കുന്നവരും ഉണ്ട്. 3 അങ്ങനെ ഒരു കുഴപ്പം കൂടിയുണ്ട്. 3 കൂടുതൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ വഞ്ചിക്കുന്നവരുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. മുന്നിൽ നിന്ന് ചിരിച്ച് കളിച്ച് നന്നായി നിങ്ങളെ സംസാരിച്ച് വീഴ്ത്തി നിങ്ങൾക്ക് വാക്ക് തന്ന് വാഗ്ദാനങ്ങളൊക്കെ തന്ന് അപ്പുറത്ത് പോയി നിങ്ങൾക്ക് പണി തരുന്ന ആൾക്കാരും 3 കാർഡ് പറയുന്നുണ്ട്. അതാണ് മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ എന്നും മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ എന്നും
മോഷണം എന്നും വഞ്ചന എന്നും ഇതെല്ലാം പറയുന്നുണ്ട്. കള്ളങ്ങൾ പറയുക, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പങ്കാളി എന്താണോ അതുപോലെയൊക്കെ എടുക്കുക കേട്ടോ. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ രണ്ടുപേരും ഒരേ സമയം പ്രണയിക്കുന്ന ഒരാളെയും നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. പഠിക്കുന്നവരാണെങ്കിലും രണ്ടുപേരോട് പ്രണയം, രണ്ടുപേരും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാൾ, കള്ളത്തരമുള്ള രണ്ടുപേരെയും സംസാരിച്ച് വീഴ്ത്താൻ കഴിവുള്ള ഒരു ഇരട്ടമുഖമുള്ള ആളെയും നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. രണ്ട് എന്ന് പറഞ്ഞാൽ ഇരട്ടമുഖം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും വിചാരിക്കുന്നത് പങ്കാളി എന്നെ പരിശുദ്ധമായിട്ടാണ് പ്രണയിക്കുന്നത് എന്നാണ്. എന്നാൽ ഇങ്ങനെയുള്ള ചില തരികടകൾ കൂടി ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എന്നാൽ സത്യസന്ധമായി പ്രണയിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ട്രാപ്പിലായത് കാണിക്കുന്നുണ്ടോ? അതാണ് ഞാനിങ്ങനെ നെഗറ്റീവും കൂടി പറയുന്നത്. ട്രാപ്പിലാക്കുന്നവരുണ്ട്, മനസ്സിലായില്ലേ? ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രണയങ്ങൾ ഉണ്ടാവുക, ട്രാപ്പിലാക്കുക, മിസ്യൂസ് ചെയ്യുക, കള്ളങ്ങൾ പറഞ്ഞ് പറ്റിക്കുക, നിങ്ങൾ അതിൽ തന്നെ കിടക്കുക. ഞങ്ങൾക്ക് അറിയുന്നില്ല ഇവർ പറയുന്നത് കള്ളമാണെന്ന്. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രണയത്തിലെല്ലാം വിജയമല്ല ഉണ്ടാവുക. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ടാരോ റീഡിങ് കാണുന്നത് എന്തുകൊണ്ടാണ്? ഓർത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ മനസ്സിലാവാത്തത് കൊണ്ടാണ്. അങ്ങനെ തന്നെ പറയും ഞാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് യഥാർത്ഥത്തിൽ അവരുടെ മനസ്സ് മനസ്സിലായി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ടാരോ റീഡിങ്ങും നിങ്ങൾക്ക് കാണേണ്ടി വരില്ല. ഇത് ജ്യോതിഷത്തിലൂടെ അല്ലെങ്കിൽ അരുൾ വാക്കിലൂടെ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുന്നത് പങ്കാളി തുറന്നു പറയാത്ത ചില സത്യങ്ങളാണ്. ആ സത്യങ്ങൾ ഓപ്പണായിട്ട് പറയുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഇവിടെ കുറച്ച് കള്ളത്തരമുള്ള ആളുണ്ട്, ട്രാപ്പിലാക്കിയ ആളുണ്ട്, ഒരേ സമയം ഒന്നിൽ കൂടുതൽ പേരെ പ്രണയിക്കുന്ന ആളുണ്ട്, കള്ളത്തരം പറയുന്ന ആളുണ്ട്, വഞ്ചിക്കുന്ന ആളുണ്ട്, എന്നാൽ ഡീപ്പ് ലവുള്ള ആളുമുണ്ട്. അപ്പോൾ ഇതിലേതാണോ നിങ്ങളുടെ പങ്കാളി? ആ മെസ്സേജ് മാത്രം എടുത്താൽ മതി. നിങ്ങൾക്ക് സംശയം തോന്നി അവരുടെ പെരുമാറ്റത്തിൽ അവരെന്തോ കള്ളത്തരം നിങ്ങളോട് കാണിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിലെന്തോ കള്ളത്തരം ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു കാർഡിലല്ല മറ്റൊരു വ്യക്തി ഉണ്ടെന്ന് പറയുന്നത്. 8 സോഡ്സിൽ പറയുന്നുണ്ട്, 8 പെൻഡക്കളിൽ പറയുന്നുണ്ട്, മൂൺ കാർഡ് ഒരുപാട് തവണ വന്നതിൽ പറയുന്നുണ്ട്. 10 വാണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് അവർക്ക് ഇത്തിരി ദേഷ്യമാണ്, നീരസമാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊരു ഭാരമായി മാറി, നിങ്ങളോട് അവർക്ക് താല്പര്യമില്ലാതായി എന്ന് പറയുന്നുണ്ട്. 8 എന്ന നമ്പറും കള്ളത്തരത്തിനെ കാണിക്കുന്നതാണ്, മൂണും കള്ളത്തരത്തിനെയാണ് കാണിക്കുന്നത്. ഇനി ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്, ദുസ്വഭാവങ്ങൾ ഉപേക്ഷിക്കാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ പ്രണയിക്കുന്നത് ഒരു ദുസ്വഭാവമായിട്ടാണ് പ്രപഞ്ചം കാണുന്നത് എങ്കിൽ അവർ നല്ല വ്യക്തിയല്ല, നിങ്ങൾക്ക് അർഹനായ ആളല്ല എന്നാണല്ലോ അതിൻ്റെ ഒരു സന്ദേശം. നിങ്ങൾ ഇത് ഇവിടെ വെച്ച് ഉപേക്ഷിക്കൂ എന്നാണല്ലോ ഡെത്ത് കാർഡ് പറയുന്നത് അല്ലേ. ഇനി അടുത്ത കാർഡാണ് 3 സോഡ്സ് ആണ് അല്ലേ. മൂന്നാമത്തെ ഒരു വ്യക്തിയെ ശക്തമായി തന്നെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാ പറയുക, നിങ്ങളെ മാത്രം കാത്തിരിക്കുന്ന ഒരു പങ്കാളിയാണ് നിങ്ങളുടേന്ന്. പലതരം ആൾക്കാരാണ് ഇവിടെ കാണുന്നത്, പലതരം റീഡിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ താഴെ നെഗറ്റീവ് കമൻറ്റ് ഇടാതിരിക്കുക. നിങ്ങൾ ഇന്നും ഒന്ന് പറയും, നാളെ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ കാർഡ് എടുത്ത് റീഡ് ചെയ്യുന്നത് ഒരാൾക്ക് വേണ്ടിയല്ല, ഭൂമിയിലുള്ള എല്ലാവരുടെ എനർജിയും ഇവിടെ വരും, അത് മനസ്സിലാക്കുക കേട്ടോ. ഭാഷയും അല്ലെങ്കിൽ രൂപവും ജെൻഡറും ഒന്നുമല്ല ഇവിടെ പറയുന്നത്, ഇവിടെ കിട്ടുന്ന എനർജിയാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഒന്നാമത്തെ റീഡിംഗ് ആയിട്ട് പറയാനുള്ളത് മീനം രാശിയാണ്. രണ്ടുപേർക്കും സ്നേഹമുണ്ട്, എന്നാൽ ഇവിടെ മുടക്കാൻ ചില ആൾക്കാർ ഒരുങ്ങിയിട്ടുണ്ട്. നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്ന വീട്ടുകാരെ എന്നാണ് ഇവിടെ പറയാനുള്ളത്. അമ്മ വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാവുന്നവരെ എന്നാണ് ഇവിടെ പറയുന്നത്. മൂണാണല്ലോ വന്നിരിക്കുന്നത്. മൂന്ന് എന്ന് പറഞ്ഞാൽ അമ്മയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഒരുപക്ഷെ അമ്മ എതിർക്കുന്നതാവാം, അല്ലെങ്കിൽ അമ്മയ്ക്ക് രോഗമായിരിക്കാം, അല്ലെങ്കിൽ അമ്മ ഇല്ലാത്തതുമാവാം, അതും പറയാം. അമ്മ ഇല്ലാതെ വിഷമിക്കുന്ന ഒരാളുമാവാം. അങ്ങനെ അമ്മയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് മൂൺ തരുന്ന എല്ലാ മെസ്സേജുകളും. വാത്സല്യം കൂടിയുള്ള പ്രണയമായിരിക്കും, വെറും പ്രണയമായിരിക്കില്ല. അതാണ് നല്ല മെസ്സേജ് തരാനുള്ളത്. എന്നാൽ മൂണിൽ തന്നെ വരുന്ന നെഗറ്റീവ് മെസ്സേജ് ഞാൻ ഇത്ര നേരം പറഞ്ഞു. ഇനി മൂണിനോട് അനുബന്ധമായി നിൽക്കുന്ന കാർഡുകൾ കൂടി കൂട്ടി വായിച്ചാണ് നെഗറ്റീവും ഇവിടെ കാണുന്നുണ്ട് എന്ന് പറയാൻ കാരണം. കള്ളത്തരമുള്ളവരുണ്ട്, നിങ്ങളെ ട്രാപ്പിലാക്കിയവരുണ്ട്, മനോഹരമായി സംസാരിച്ച് അപ്പുറത്ത് പോയി പണി തരുന്നവരുണ്ട്, ഒരേ സമയം രണ്ടുപേരെ ഒരുപോലെ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെയാണ് മൂൺ തരുന്ന മറ്റൊരു മെസ്സേജ്. ഇനി ഇടത്ത് കാർഡ് പറയുന്നു ഇത് നിങ്ങളങ്ങ് ഉപേക്ഷിക്കൂ എന്ന്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള അനുഭവമുള്ളവർ ഇത് ഉണ്ടാക്കാനാണ് പറയുന്നത് കേട്ടോ. ഇനി 3 സൂട്ട്സാണ്. അത് മൂന്നാമത്തെ ഒരു വ്യക്തി നിങ്ങൾക്കിടയിൽ പ്രണയം പങ്കുപറ്റാനുണ്ട് എന്നാണ്. 2 കപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ എൻഡാവുന്ന ചില ബന്ധങ്ങളുണ്ട് എന്നാണ്.
അപ്പോൾ ഒരാൾക്ക് വേണ്ടി നമുക്കിത് പറയാൻ പറ്റില്ലല്ലോ, ഒരുപാട് പേരല്ലേ കാണുന്നത്. ഇനി ചിലരോട് പറയുന്നു നല്ല സ്വപ്നങ്ങളെല്ലാം സഫലമാവാൻ പോകുന്നു എന്ന്. പേജിക അപ്പം അതാണ് പറയുന്നത്. അത് നിങ്ങൾക്കൊരു സന്ദേശം വരുമെന്ന് പറയുന്നുണ്ട്. ഹിന്ദിക്ക് വെളിയിലൊക്കെ ആയിരിക്കാം നിങ്ങളുടെ പങ്കാളി എന്ന് പറയുന്നുണ്ട്. കാരണം ഇയാൾ നിൽക്കുന്നതിൻ്റെ അപ്പുറം കടലാണ് കാണുന്നത് അല്ലേ. അപ്പോൾ കടൽ കടന്നു പോയ ആൾക്കാരെയും കാണുന്നുണ്ട്. വിരഹം പറയുന്നുണ്ട് അല്ലേ. ഇനി മൂണെന്ന് പറഞ്ഞാൽ തന്നെ കടലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു കടലിന് അക്കരി ഇക്കരി നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൻ്റെ രണ്ട് ഭാഗത്ത് നിൽക്കുന്നവർ, വലിയൊരു കടൽ പോലെ പ്രശ്നങ്ങളുള്ളവർ അല്ലേ, അതൊക്കെ ഉണ്ടാവാം. ഇനി സമുദ്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട് അല്ലേ. അതുപോലെ മനസ്സുള്ളവർ, ചിന്തകൾ മാറി മറിഞ്ഞ് വരും, എപ്പോഴും സംശയമായിരിക്കും, മാനസികമായിട്ട് എപ്പോഴും ഡൗൺ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, പ്രണയഭ്രാന്തായി മാറുന്ന ചില സമയങ്ങളുണ്ടാവും. വിഷാദരോഗമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ചക്രാസിനെ കുറിച്ച് അറിയാലോ. അതിൽ രണ്ടാമത്തെ ചക്ര എന്ന് പറയുന്നത് സാക്രൽ ചക്ര എന്നാണ്. അതിൻ്റെ പേര് ഇതാണ്, സ്വാധിഷ്ഠാന ചക്രം എന്നാണ്. ഇത് ഉണരുമ്പോൾ മനസ്സിലായില്ലേ, നമുക്ക് സ്നേഹം ഉണ്ടാവും, മറ്റുള്ളവരുടെ അടുത്ത് വാത്സല്യം ഉണ്ടാവും. ഇത് ജലമൂലകവുമായി ബന്ധപ്പെട്ട ചക്രയാണ്. അമിതമായി മാനസിക വികാരങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്താണ് ഇത് പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ലേ. വാത്സല്യം ഉണ്ടാവും, പ്രണയം ഉണ്ടാവും, ഇനി ഫിസിക്കൽ താല്പര്യം ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. അതാണ് മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമെന്നാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവുമ്പോൾ അത് തീരാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം നമ്മളിവിടെ മെഡിറ്റേഷൻ ക്ലാസ് ഒന്നും അല്ല എടുക്കുന്നത്. എങ്കിലും പറഞ്ഞു പോയ കൂട്ടത്തിൽ രണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതിനെയാണ്. ഈ കാര്യം നമ്മുടെ ഇന്ന ഹോർമോണുകളെ ഉണർത്തുന്നതാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. അതുമായി ബന്ധപ്പെട്ടതാണ്. ജലമൂലകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മൂണുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ചക്ര ഇതാണ്. അത് മനസ്സിനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്നുകൂടിയാണ് പറയുന്നത്. നമ്മുടെ മനസ്സിൻ്റെ നെഗറ്റീവ് ചിന്തകൾ മുഴുവൻ പോവും ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ. അതുകൂടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്, എപ്പോഴും ടെൻഷനാണ്, എപ്പോഴും നിങ്ങളിങ്ങനെ ടാരോ റീഡിങ് കാണാൻ സമയം ചെലവഴിക്കുന്നത്, നിങ്ങളുടെ ആരോഗ്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു എങ്കിൽ നിങ്ങൾക്ക് ഈ എല്ലാ നെഗറ്റീവ് കാര്യങ്ങളെയും അതിജീവിക്കാനുള്ള പ്രാപ്തി ഉണ്ടാവും, മനസ്സിന് ശരീരത്തിനൊക്കെ. അതിനുകൂടി വേണ്ടിയാണ് ഞാനിങ്ങനെ പറയുന്നത്. കാരണം എല്ലാവരുടെ പ്രണയമൊന്നും പൂവണിയുന്നില്ല. എല്ലാവരും ഇങ്ങനെ വർഷങ്ങളോളം കാമുകൻ്റെ പിറകെ ഇങ്ങനെ അവരുടെ ഓർമ്മകളുമായിട്ട് സഞ്ചരിക്കുന്നവരുണ്ട് അല്ലേ. അതുകൊണ്ടാണല്ലോ ഈ ടാരോ റീഡിങ് കാണുന്നത്. അപ്പം നിങ്ങൾ പ്രണയത്തിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം എന്ന് രണ്ട് വാക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാവില്ല. കാരണം തുടങ്ങിയപ്പോൾ മുതൽ അവസാനിക്കുന്നവരെ നിങ്ങളുടെ പങ്കാളി അങ്ങനെ, നിങ്ങളുടെ പങ്കാളി ഇങ്ങനെ, അത് ഇത് സ്റ്റാർ മൂണ് ഇങ്ങനെ പറയണം അല്ലേ. അപ്പോൾ മൂണിൻ്റെ ഒരു ആളുടെ മെസ്സേജ് നമ്മൾ പറഞ്ഞല്ലോ, പണ്ട് ഒരു ലേഡി പറയുന്നത് കേട്ടതാണ്. അവർ വർഷങ്ങളായിട്ട് ഈ ടാരോ റീഡിങ് നടത്തുന്ന ആളാണ് കേട്ടോ. അപ്പം ഞാൻ അവരുടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് കേട്ട് നോക്കിയതാണ്. അപ്പോൾ സാധാരണ ഇപ്പം തുടങ്ങിയ കുട്ടികളുടെ അത്ര വിവരം പോലും ഇല്ല എന്ന് ആ വാക്ക് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. മൂൺ കാർഡ് എടുത്തു ഉയർത്തിയിട്ട് ഇവർ പറയുന്നുണ്ട്, ഈ രണ്ട് വ്യക്തികളും അങ്ങനെ കാട്ടിലേക്ക് അങ്ങനെ കയറിപ്പോവുകയാണെന്ന്. അപ്പോൾ എത്രത്തോളം ഉണ്ട് വിവരം അല്ലേ. മൂണിൻ്റെ അർത്ഥങ്ങൾ യാതൊന്നും അറിയില്ല എന്ന് മാത്രമല്ല, ആ ചിത്രത്തിൻ്റെ അർത്ഥം പോലും അറിയാതെയാണ് ഇവർ വിളിച്ചു പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോടാണ് ദേഷ്യം ഉണ്ടാവുക അല്ലേ. നിങ്ങൾ അങ്ങനത്തെ റീഡിങ് കേട്ടോണ്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പം നിങ്ങളുടെ മെൻ്റൽ ഏത് രൂപത്തിലായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം അവനവനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവർ പലതും പറയില്ലേ. ഇവിടെ വന്നിരിക്കുന്നത് മെയിനായിട്ട് മൂണാണ്. മൂൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രണ്ട് മെസ്സേജുകൾ ഞാൻ തന്നു. ഒന്ന് നെഗറ്റീവാണ്, ഒന്ന് പോസിറ്റീവാണ്. മീനം രാശിയാണെങ്കിൽ നിങ്ങൾ ഇനമത്സ്യങ്ങളാണ്. എന്നാൽ കർക്കിടകം രാശിയാണെങ്കിൽ നിങ്ങൾ കുറച്ച് പ്രശ്നത്തിലാണ്. ഇനി അതുമല്ല, വൃശ്ചികം രാശിയാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കളുണ്ട്. അപ്പോൾ ഇതിലേത് രാശിയിലാണ് നിങ്ങൾ പ്രണയിക്കുന്ന ആളുടെ മനോഭാവം കിടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ഈ മൂന്ന് രാശിയുടെയും വ്യത്യസ്തമായ ഭാവങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്, നെഗറ്റീവും പോസിറ്റീവും. ഇനി ഇത് രണ്ടുമല്ലാതെ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നവരെയും നമുക്കിവിടെ കാണാം. അപ്പം 3 തരത്തിൽ വേണമെങ്കിൽ പറയാം അല്ലേ. ശത്രുക്കളുള്ളവരുണ്ട്, അകറ്റാൻ ശ്രമിക്കുന്നവരുണ്ട്, മനസ്സിൽ സംശയങ്ങളുള്ളവരുണ്ട്,
നന്നായി പ്രണയിക്കുന്നവരുണ്ട്, എത്ര അകന്നാലും പങ്കാളിയെ സംശയിക്കാത്തവരുണ്ട്. അപ്പോൾ ഇതിലേത് വിഭാഗത്തിലാണ് നിങ്ങൾ പെടുന്നത് അതുപോലെ എടുക്കുക കേട്ടോ. ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്, നെഗറ്റീവ് പറയാതിരിക്കാൻ പറ്റില്ല. 3 സൂട്ട്സ് വന്നിട്ടുണ്ട്, രണ്ടാമത്തെ ഒരു വ്യക്തി ഉണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇനി 8 വന്നിട്ടുണ്ട്, കള്ളത്തരം ഉണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്താണ് ഞാൻ പറഞ്ഞത്. പല വിഭാഗം ആൾക്കാർക്ക് വേണ്ടി പല തരത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ പ്രണയം ഇതിലേതാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. പങ്കാളി വഞ്ചിക്കുന്നുണ്ടോ, അതോ പങ്കാളി ഡീപ്പായി ലവ് ചെയ്യുന്നുണ്ടോ, അതോ പങ്കാളി വീട്ടുകാർക്ക് വേണ്ടി നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ഒരാളാണോ? ഇതൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളുടെ സാഹചര്യം പോലെയൊക്കെ എടുക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. എങ്കിലും അവസാനമായി ഒന്ന് പറയാനുള്ളത്, ചില സ്വപ്നങ്ങളെല്ലാം പൂവണിയുമെന്നാണ്. പേജ് കപ്പ് ഇവിടെ വന്നതുകൊണ്ട് ചില സ്വപ്നങ്ങളെല്ലാം പ്രണയം എന്ന് മാത്രം ഞാൻ പറയില്ല, ജീവിതത്തിൽ മറ്റ് പല കാര്യങ്ങളും ഉണ്ടല്ലോ, അതൊക്കെ പൂവണിയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത മെസ്സേജ് എന്താണെന്ന് കൂടി നോക്കാം. കണ്ടില്ലേ, തപസ്സിരിക്കാനാ പറയുന്നത്. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഞാൻ പറഞ്ഞ മെഡിറ്റേറ്റ് ചെയ്യുമെന്ന്, മനസ്സൊന്ന് നോക്കിയാക്കാൻ. ഓർമ്മകളിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ടിൻ ഫ്ലെയിം ആയവരും ഉണ്ട്. അപ്പം 3 വിഭാഗക്കാരും ഉണ്ട്. തപസ്സിരിക്കുന്നവരുണ്ട്, ഓർമ്മകളിൽ ഇരിക്കുന്നവരുണ്ട്, ഒന്നായവരും ഉണ്ട്. ചില ആളുകളൊക്കെ പ്രൈവറ്റ് റീഡിങ്ങിന് വരും. അവരെ പ്രതീക്ഷിക്കുന്നത് പങ്കാളി ഈ ശിവനും പാർവതിയും പോലെയാണ് എന്നാണ്, മുജ്ജന്മങ്ങളിലെ ബന്ധമാണ് പങ്കാളി എന്ന് പറഞ്ഞാൽ ഡീപ്പ് ലവാണ് എന്നൊക്കെ വിചാരിച്ചാണ് എൻ്റെ അടുത്ത് വരുന്നത്. കിട്ടുന്നതാണെങ്കിൽ നേരെ വിപരീതമായിരിക്കും. അപ്പം ഞാനത് തന്നെ പറഞ്ഞു കൊടുക്കും. അതാണല്ലോ അവരറിയേണ്ടത്. അത് എൻ്റെ അഭിപ്രായമല്ലല്ലോ, പ്രപഞ്ചത്തിൻ്റെ ആണല്ലോ. അത് പറഞ്ഞു കൊടുത്തോടുകൂടി അവർ ആകെപ്പാടെ വയലൻ്റ് ആവുന്നതും ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ റീഡിങ് കേട്ട് ചില ആളുകൾക്ക് വയലൻ്റ് ആവേണ്ടി വരും, ചില ആളുകൾക്ക് സന്തോഷമായിരിക്കും, ചില ആളുകൾ സങ്കടപ്പെട്ടിരിക്കും അല്ലേ. ഈ 3 അവസ്ഥയുണ്ടാവും. കാരണം ഇവിടെ കിട്ടുന്ന കാര്യമാണല്ലോ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഹെൽത്ത് കരിയർ ഇതിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻ്റ് ഇടുക. ഇവിടെ കാണുന്നത് അതേപടി പറയണോ അതോ നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കുകയാണോ ഞാൻ വേണ്ടത് എന്നുകൂടി ഒന്ന് പറയാട്ടോ. എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല, എങ്കിലും ബഹുജനാണല്ലോ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതാണല്ലോ ഞാൻ പറയേണ്ടത് അല്ലേ. താഴെ ഒരു കമൻ്റ് ഇടൂ കേട്ടോ. അത് നെഗറ്റീവായ കമൻറ്റുകൾ വലിയൊരു പാരഗ്രാഫൊന്നും എഴുതി താഴെ ഇടരുത്, അതൊന്നും ഞാൻ അവിടെ അനുവദിക്കില്ല. ഒരു വാക്കിലേക്ക് ഇടാം, ഈ റീഡിങ് മതി ചേച്ചിന്നോ, അല്ലെങ്കിൽ സത്യം പറയണം ചേച്ചിന്നോ, അങ്ങനെ എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അഭിപ്രായം പറയാം. ഹെൽത്ത് കരിയർ പറയുന്നത് ഇവിടെ ആന്തരാവയവങ്ങളിലെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, ഹാർട്ടിൻ്റെ പ്രശ്നം, ബ്ലോക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഗർഭാശയ അണ്ഡാശയസ്ഥന ഫൈബ്രോയിഡുകൾ, അമിത ആർത്തവമൊക്കെ പറയുന്നുണ്ട്. മൂത്രാശയ അണുബാധകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മഞ്ഞപ്പിത്തം, ജലജന്യ രോഗങ്ങളെല്ലാം പറയുന്നുണ്ട്. ബോഡി പെയിൻ, പനി പറയുന്നുണ്ട്. ഇപ്പം എങ്ങനെയാണെന്ന് ന്യൂസ് കണ്ടില്ലേ ഞാൻ, അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഇനി പറയുന്നത് ഒരു മരണം കേൾക്കുമെന്നാണ്. അപ്പോൾ ആ മരണം എങ്ങനെയുള്ളതാണെന്നൊക്കെ നമുക്കിവിടെ കാണിക്കും, പക്ഷെ അതൊന്നും ഞാൻ ഇന്ന് രാവിലെ അത് പറയുന്നില്ല. അപ്പോൾ ഒരു മരണം കേൾക്കുമെന്ന് വന്നിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കൈമാറാതിരിക്കാനും പറ്റില്ല, ഇവിടെ കിട്ടിയിട്ടുള്ള മെസ്സേജാണല്ലോ. ഇനി ജോലിയെക്കുറിച്ച് പറയുന്ന ഇന്ത്യക്ക് വെളിയിലെ ജോലികൾ, ടീം വർക്ക്, ബിസിനസ്സുകൾ, ഹോട്ടല്, മെഡിക്കൽ രംഗം, കര, അഗ്നി, വായു, നാവികസേനകൾ. ഒരു കാർഡിൽ ഈ 4 വിഭാഗവും പെടും. അതുകൊണ്ടാണ് അത് വരുമ്പോൾ ഞാൻ അത് പറയുന്നത് കേട്ടോ. അപ്പോൾ പോലീസിലാണോ, പട്ടാളത്തിലാണോ, അല്ലെങ്കിൽ നേവിയിലാണോ, അങ്ങനെ നിങ്ങൾക്കറിയാം അല്ലേ. ഇതുപോലുള്ള ജോലികളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇനി പൊതുവായ കാര്യങ്ങൾ പറയാനുള്ളത്, കുറച്ച് പണം കയ്യിൽ വന്ന് ചേരുമെന്ന് പറയുന്നുണ്ട്. ഇന്ത്യക്ക് വെളിയിൽ പോകാൻ കാത്തിരിക്കുന്നവർക്ക് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ജോലിയൊക്കെ കിട്ടാൻ സമയമായവരുണ്ട്. ഇനി പറയുന്നത് നിങ്ങൾ ട്രാപ്പിലാവുമെന്നാണ്. എന്തോ ഒരു കാര്യത്തിൽ ട്രാപ്പിലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഇങ്ങനെ കുറച്ച് വിവരമുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന റീഡിംഗ് അല്ല ഇഷ്ടം എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ തുടക്കത്തിൽ മുതൽ അവസാനം വരെ പങ്കാളിയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന രീതിയാണ് എല്ലാ ടാരോ റീഡർമാരും തുടർന്ന് പോകുന്നത്. അതിനാണ് കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം അല്ലേ. ഞാനിവിടെ അങ്ങനെയല്ല, വ്യത്യസ്തമായ കാർഡിൻ്റെ അർത്ഥം മാത്രം പറയുന്ന, അതിൻ്റെ അനുബന്ധമായ കാര്യങ്ങൾ പറയുന്ന, നിങ്ങൾക്ക് കുറച്ച് വിവരം വേണം എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. എന്നാൽ നിങ്ങൾ വൈകിട്ട് ഇടുന്ന വീഡിയോ സപ്പോർട്ട് ചെയ്യാറുണ്ട് അല്ലേ.
ടൈപ്പ് ചെയ്യുന്നതാണ്. എന്നാൽ മക്കളെ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, യൂട്യൂബ് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് മെസ്സേജുകൾക്ക് മോണിറ്റൈസേഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരം വീഡിയോ ഇടുന്നവരുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ അറിഞ്ഞുകൊണ്ട് അതിനെ തലവെച്ച് കൊടുക്കണോ? ഇന്നലെ മുതലാണ് ആ നിയമം വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അതവർ അനുവദിക്കുകയാണെങ്കിൽ വീണ്ടും ഞാൻ നിങ്ങൾക്ക് തരാം. ഇല്ല, അത് വേണ്ട എന്നാണ് എങ്കിൽ അപ്പം ഞാനത് ഒഴിവാക്കും. രാവിലത്തെ ഈ ഒരു വീഡിയോ വൈകിട്ട് പറ്റുകയാണെങ്കിൽ മറ്റൊരു വീഡിയോ കൂടി തരാൻ ശ്രമിക്കാം. അപ്പം നമുക്ക് നോക്കാം. ആൾക്കാർ പറയുന്നത് കേട്ടതാണ്. അപ്പോൾ എനിക്കറിയില്ല എന്താ ഉണ്ടാവുക എന്നുള്ളത്. ഇതാണ് നിങ്ങളെ അറിയിക്കാനുള്ളൊരു കാര്യം. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ, നിങ്ങളുടെ മാത്രം കാര്യം അറിയണമെങ്കിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. 1000 രൂപയാണ് സ്റ്റാർട്ടിങ്. ഒരു വിഷയത്തിൻ്റെ 3 ചോദ്യം ചോദിക്കാം. അതിലപ്പുറം ചോദ്യങ്ങളുണ്ടെങ്കിൽ പേയ്മെൻറ്റും കൂടുതൽ ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് പറയാനുള്ളത്. ഈ നമ്പറിൽ തന്നെ GP ചെയ്ത ശേഷം മാത്രം വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക കേട്ടോ. ഇതാണ് പറയാനുള്ളത്. ഇനി ലവ് ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. കൺട്രോൾ ഇഷ്യൂ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അത് പറഞ്ഞല്ലോ. മോണെന്ന് പറഞ്ഞാൽ കൺട്രോൾ ഇഷ്യൂ കൂടി പറയുന്ന, സെപ്പറേഷൻ വന്നവരുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് നല്ലത് പറയുക? കാണുമ്പോൾ പ്രണയം മാത്രം പങ്കുവെക്കൂ എന്ന് പറയുന്നത് കേട്ടോ. ഒരു മുജ്ജന്മ ബന്ധമുള്ളവരുണ്ട്. അതാണ് ശിവപാർവതിമാർ പറഞ്ഞത്. ഫിനാൻസും കരിയറും, അതാണ് 8 പെൻഡക്കൾ പറഞ്ഞത്. ഇന്നത്തെ റീഡിംഗ് നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഒരാൾ ട്രാപ്പിലായിട്ട് ഒരേ സമയം 2 പേരെ പ്രണയിക്കുന്ന ഒരാളെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് അവർ സത്യമായിട്ട് നിങ്ങളെ പ്രണയിക്കുന്നു, നിങ്ങൾ മാത്രമാണ് അവരുടെ പ്രണയിനി എന്നാണ്. എന്നാൽ അങ്ങനെയല്ല സംഭവം എന്ന് കാണിക്കുന്നുണ്ട്. ഇനി മറ്റൊരാൾ മീനം രാശിയാണ്, നിങ്ങളെ തന്നെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്, എന്നാൽ അവർക്ക് ചുറ്റും ശത്രുക്കളുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കുറച്ച് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. അവിടെയും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ പങ്കാളി വഞ്ചിക്കുകയല്ല കേട്ടോ. ഇവിടെ പങ്കാളി വഞ്ചിക്കുന്നതായിട്ടാണ് ആദ്യം പറയുന്നത്. രണ്ടാമത് പറയുന്നു പങ്കാളി വഞ്ചിക്കുന്നൊന്നുമില്ല, എന്നാൽ ഞങ്ങൾക്ക് ചുറ്റും ശത്രുക്കളുണ്ട് എന്ന്. ഇനി ഇതൊന്നുമല്ലാതെ ഒരുവിധം തരക്കേടില്ലാതെ മുന്നോട്ട് പോകുന്ന, നാട്ടുംപുറത്തൊക്കെ കണ്ടുമുട്ടിയിട്ടുള്ള, സ്വന്തം നാട്ടിൽ പ്രണയമുള്ള, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വിവാഹം കഴിച്ച ചില ആൾക്കാരും ഇവിടെ കാണിച്ചു തന്നു. അവർ സന്തോഷമായിട്ട് പോകണു എന്നാണ് പറയുന്നത്. നാട്ടിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ പഠിക്കുന്നിടത്തോ വെച്ച് കണ്ട് പരിചയമുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ പോകുന്നവരോ പ്രണയിക്കുന്നവരോ ആണ്. അവരുടെ പ്രണയത്തിൽ കള്ളത്തരില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. ഇവിടെ ഏത് എനർജി വരുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അതാണ് പറഞ്ഞത്. ഇന്ത്യക്ക് വെളിയിലുള്ള 2 പേരുടെ ആ മരണസമയത്ത് തലേന്നോ അന്നത്തെ ദിവസമൊക്കെ എനിക്ക് വന്നിരുന്നത് ഹാങ്ഡ് മാനാണ്. ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ നിരപരാധി കൊല്ലപ്പെടുക എന്നുള്ളതാണ്. അതും തൂക്കിലേറ്റി കൊല്ലപ്പെടുക എന്നുള്ളതാണ്. ആ സമയത്താണ് 1 വയസ്സായ കുഞ്ഞിനെ തൂക്കിലേറ്റിട്ട്, എന്ന് വെച്ചാൽ അവർ തൂങ്ങി മരിക്കുകയാണ് ചെയ്തത്. അമ്മ, കുഞ്ഞ് 2 പേരും ഒരു തുണിയുടെ 2 അറ്റത്തായിട്ട് മരിച്ചുപോയി എന്ന് പറഞ്ഞ വാർത്ത നമ്മൾ കേൾക്കുന്നത്. ആ സമയത്ത് എനിക്ക് ഹാങ്ഡ് മാൻ ആണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ എനർജി എവിടുന്നാണ് വരുന്നത്, ആരുടെ കാര്യം എന്നോട് പറയുന്നത്, ഇതൊന്നും എനിക്കറിയില്ല. എന്നാൽ ഇവിടെ കിട്ടുന്ന എനർജി ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. ഒരുപക്ഷെ സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞതായിരിക്കാം. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. പ്രണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ചിലർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുക, ചിലർക്ക് വരാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്നും പ്രഡിക്റ്റ് ചെയ്യാനുള്ള ശക്തി എനിക്കില്ല. ഇവിടെ പ്രപഞ്ചം തരുന്ന കാര്യങ്ങൾ, പറയുന്ന വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു എന്നേ ഉള്ളൂ. നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾക്ക് കൈമാറുന്നു. എന്നാൽ പോസിറ്റീവായി ഇരിക്കുന്നവർ നെഗറ്റീവ് മെസ്സേജ് മനസ്സിലേക്ക് എടുക്കാതിരിക്കുക കേട്ടോ. പ്രാർത്ഥിക്കുക, അതാണ് പറയാനുള്ളത്. ഇനി ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന ശ്രീരാമൻ്റെ നാമമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുണ്ടലിനി ശക്തി ഉണർത്താനുള്ള കഴിവ് രാമമന്ത്രത്തിനുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരു മെഡിറ്റേറ്റ് ചെയ്ത ഫലമാണ് ശ്രീരാമനെ നമ്മൾ ഒന്ന് ധ്യാനിച്ചാൽ കിട്ടുന്നത്, ആ മന്ത്രം ചൊല്ലിയാൽ കിട്ടുന്നത് കേട്ടോ. അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പത്മാസനത്തിൽ ഇരുന്നിട്ട് ഹനുമാൻ ഏത് സമയവും രാമനാമം ജപിക്കുന്നത്. അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്നത് അതാണ് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത മെസ്സേജുകൾ നോക്കാം. ഞാനിവിടെ എല്ലാ പുരാണങ്ങളിലത്തെ കാര്യങ്ങൾ പറയാറുണ്ട് അല്ലേ. നാളെ ഒരു
രാമായണ മാസം ആരംഭമായതുകൊണ്ടാണ് രാമനെ ഇവിടെ കൂടുതൽ പറയാൻ കാരണം കേട്ടോ. ഇത് മറ്റുള്ളവർക്ക് ഒരു ഇറിറ്റേഷൻ ആവരുത്, എല്ലാവർക്കും നല്ലതാണ് ഈ നാമം കേട്ട് കഴിഞ്ഞാൽ. അതിന് പ്രത്യേക ജാതിയും മതമൊന്നും ഇല്ല കേട്ടോ, അതുകൂടി ഒന്ന് ഓർക്കുക. കമ്മിറ്റ്മെൻ്റ് ആണ് പറയുന്നത്. ഞാൻ പ്രപഞ്ചത്തിലൊരു ദൈവം ഉണ്ടെന്ന് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ, അതിന് പ്രത്യേക മതം ജാതി ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. മെമ്മറീസ്, ഈശ്വരനുണ്ട് അത്രമാത്രം, സോൾമേറ്റ്. അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് വന്നിരിക്കുന്ന കമ്മിറ്റ്മെൻറ്റ് തരുന്നവരുണ്ട്, മെമ്മറീസ് മാത്രം ആയിരിക്കുന്നവരുണ്ട്, മാരേജ് കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ട്, സോൾമേറ്റ് ആയവരും ഉണ്ട്. അപ്പോൾ എം എന്ന അക്ഷരം റിപ്പീറ്റായി വന്നു അല്ലേ, പിന്നെ ഏതൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് ഓർമ്മയില്ല. ഇന്നിവിടെ പ്രത്യേകമായൊരു കളർ പറയാനുണ്ടെങ്കിൽ ഓറഞ്ചാണ് കേട്ടോ. ഇവിടെ വന്നിരിക്കുന്ന കളറ്, മൊത്തത്തിൽ വന്നിരിക്കുന്ന കളറ്, അത് ആക്രമണോത്സുകത എന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും എന്നുകൂടി പറയാം. ഇത് പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ഈ ചെറിയ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക.